ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ്. ഗതാഗതം എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മൾ ഏതെല്ലാം ഗതാഗതം യൂസ് ചെയ്യേണ്ടത്. റോഡ് ഗതാഗതമായാലും ജലഗതാഗതമായാലും വ്യോമഗതാഗതമായാലും എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. റോഡ് ഗതാഗതം, കരഗതാഗതം പറയുമ്പോൾ റോഡും അതുപോലെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, റെയിൽവേ, ട്രെയിനും യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്ക് വൈസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ വെളിയിൽ നിന്ന് പഠിക്കാനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ മെസൊപ്പൊട്ടാമിയയെ കുറിച്ചിട്ട് കുറച്ച് പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടാമിയൻ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയായി ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ എവിടെയാണ് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരമുള്ളത്? ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിന് അർത്ഥം. അത് ഒരു പാരഗ്രാഫായിട്ട് അതിൽ തന്നതുകൊണ്ട് ഞാനത് വായിച്ചതാണ്. കാരണം എവിടുന്ന് വേണമെങ്കിൽ ചോദ്യം വരാം എന്നുള്ളത് കൊണ്ട് അത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ഗതാഗതം, എന്താണ് ഗതാഗത മാർഗങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഗതാഗതം പറഞ്ഞാൽ നമുക്ക് രാജ്യങ്ങളെ അല്ലെങ്കിൽ നഗരങ്ങളെയോ അല്ലെങ്കിൽ ഗ്രാമങ്ങളെയോ ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന മാർഗമാണ് ഗതാഗതം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതല്ല ഈ റോഡുകളും മറ്റൊന്നും. ഇതൊക്കെ പുരാതന കാലം മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഈ വഴികൾ അത് ചിലപ്പോൾ മൺപാതകളായിട്ടായിരിക്കാം, ഇടവഴികളായിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഇത് പണ്ട് കാലത്തേ ഉള്ളതാണ്. ഇന്ന് അതെന്തായി മാറി? റോഡുകളായി, റെയിൽവേ പാലങ്ങളായി, അതുപോലെ വിമാന സർവീസുകളായാലും റെയിൽ സർവീസുകളായാലും കപ്പൽ മാർഗങ്ങളായി. പണ്ടൊക്കെ തോണികളായിരിക്കും, പിന്നീട് ഇപ്പോൾ അത് എന്തായി മാറി? കപ്പൽ മാർഗങ്ങളൊക്കെ ആയി മാറി. അപ്പോൾ പുതിയ കുറേ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗതാഗത മാർഗങ്ങളെ തന്നെ കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നിങ്ങനെ നമുക്ക് 3ആയി തരംതിരിക്കാൻ പറ്റൂലേ. എങ്ങനെ? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. കരഗതാഗതത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? റോഡ് ഗതാഗതവും റെയിൽവേയുമാണ് വരുന്നത്. ഇനി ജലഗതാഗതത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ഉൾനാടൻ ഗതാഗതവും അതുപോലെ കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതവും വരുന്നുണ്ട്. വ്യോമഗതാഗതത്തിലോ ദേശീയ വ്യോമഗതാഗതവും അന്തർദേശീയ വ്യോമഗതാഗതവും. എല്ലാത്തിലും 2ആണ്. കരഗതാഗതത്തിൽ റോഡും റെയിൽവേയും, ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതവും കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതവും, വ്യോമഗതാഗതത്തിലോ ദേശീയ വ്യോമഗതാഗതവും അന്തർദേശീയ വ്യോമഗതാഗതവുമാണ് വ്യോമഗതാഗതത്തിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് റോഡ് ഗതാഗതം. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എത്രാമത്തെ രാജ്യമാണ്? 2ാമത്തെ രാജ്യമാണ്. ഈ ചരക്ക് സേവനങ്ങളിലൊക്കെ ഏകദേശം 70% ഗതാഗതം നടക്കുന്നത് ഈ റോഡ് ഗതാഗതത്തിലൂടെ തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് 20 വർഷ റോഡ് പദ്ധതി എന്ന പേരിൽ 1961 ആവിഷ്കരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്? സൂർ ചക്രവർത്തിയായ ഷേർഷാ സൂരി നിർമ്മിച്ച റോഡാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. സൈന്ധവ തീരം മുതൽ ബംഗാളിലെ സോനാർ താഴ്വര വരെ നീണ്ടുകിടക്കുന്ന റോഡാണിത്. ആദ്യകാലത്ത് ഈ റോഡ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാജകീയ പാത അല്ലെങ്കിൽ ഷാഹി റോഡ് എന്നാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് എങ്ങനെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നായി മാറി എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ഈ ഷാഹി റോഡ് എന്നുള്ളതിനെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ റോഡ് കൊൽക്കത്തയെയും പെഷവാറിനെയും ബന്ധിപ്പിക്കുന്നതാണ്. നിലവിൽ കൊൽക്കത്ത മുതൽ അമൃത്സർ വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ തന്നെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡൽഹി മുതൽ അമൃത്സർ വരെയും 2 ഡൽഹി മുതൽ കൊൽക്കത്ത വരെയും. അപ്പോൾ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഡൽഹി മുതൽ അമൃത്സർ വരെ, 2 ഡൽഹി മുതൽ കൊൽക്കത്ത വരെ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ റോഡ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ലോങ് വാക്ക് റോഡ് എന്നാണ്. ഓക്കെ, നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളൊന്നും കൂടി നോക്കാം. അവിടെ മക് ആദം റോഡുകൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഈ മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്?
മക് ആദം എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറാണ്. ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ട ഒരു എഞ്ചിനീയറാണ് മക് ആദം എന്ന് പറയുന്നത്. JL മക് ആദം 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ദേശീയ പാതകളുണ്ട്, എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അങ്ങനെ ബൃഹത്തായ ഒരു റോഡ് ശൃംഖല നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടേതാണ്. ഒരു രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ 2 തരം പ്രധാന റോഡുകളെ കുറിച്ചിട്ട് അവിടെ തന്നിട്ടുണ്ട്. സുവർണ ചതുഷ്കോണവും അതുപോലെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഇതാണ് ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഈ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ പ്രധാന വ്യവസായ കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെ 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നഗരം? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും അതുപോലെ 12 സംസ്ഥാനങ്ങളിലൂടെയും. ആ പിക്ചർ കണ്ടാൽ മനസ്സിലാവും അതെങ്ങനെയാണ് പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റാണ് ഈ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 4 മെട്രോ നഗരങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ ചുമതല പറയുന്നത് NHAIക്കാണ്. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് എന്നാണ് ചോദിച്ചാൽ 1999 ജനുവരി 6 തറക്കല്ലിട്ടത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AP വാജ്പേയി ആണ്. ഇന്ത്യയിലെ മഹാനഗരങ്ങൾക്കിടയിലുള്ള ഗതാഗതത്തിൻ്റെ സമയവും ചെലവും ഒരുപാട് കുറയ്ക്കാൻ ഈ പാത സഹായിക്കുന്നുണ്ട്. അടുത്തത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും അല്ലെങ്കിൽ തെക്ക് വടക്കൻ ഇടനാഴി, നോർത്ത് സൗത്ത് കോറിഡോർ. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സൽച്ചാറിനെ പോർബന്തറുമായിട്ടുമാണ് ബന്ധിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായിട്ടാണ് ഈ തെക്ക് വടക്ക് ഇടനാഴി ബന്ധിപ്പിക്കുന്നത്. ഏകദേശം വടക്കും തെക്കിനെയും യോജിപ്പിക്കുന്നതാണ് വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. കൊച്ചി സേലം പാതയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൊച്ചി സേലം പാതയും ഈ തെക്ക് വടക്കൻ ഇടനാഴി അല്ലെ വടക്ക് തെക്കൻ ഇടനാഴിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ദൈർഘ്യം എന്ന് പറയുന്നത് 4076 കിലോമീറ്ററാണ്. 4076 കിലോമീറ്ററാണ്. ദേശീയപാത 44ഉം ഈ ഇടനാഴിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയോ? കിഴക്ക് ആസാമിലെ സിൽച്ചാറിനെയും പടിഞ്ഞാറ് ഗുജറാത്തിലെ പോർബന്തറിനെയും ഈ ഇടനാഴി ബന്ധിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഇന്ത്യയുടെ മാപ്പിൽ കുറുകനെ 2 വര വരച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് മൊത്തം വടക്ക് തെക്കും കിഴക്ക് പടിഞ്ഞാറിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഇവ. ഈ ഇടനാഴിയുടെ അതായത് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുടെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 3640 കിലോമീറ്ററാണ്. ദേശീയപാത 27 ഈ ഇടനാഴിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ്? ദേശീയപാത 27 ഉൾപ്പെടുന്ന ഏതിലാണ്? കിഴക്ക് പടിഞ്ഞാറിൽ. ദേശീയപാത 44 ഉൾപ്പെടുന്ന ഏതിലാണ്? അത് തെക്ക് വടക്കിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ദേശീയപാതകൾ എന്ന് പറയുന്നത്? നമുക്കറിയാലേ NH എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ NH എന്ന് പറയുന്നത്? കേന്ദ്ര സർക്കാർ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്ന റോഡുകളാണ് ഈ ദേശീയ പാതകൾ എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത് അന്തർ സംസ്ഥാന ഗതാഗതത്തിനും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് സൈനികരെയും സാധനങ്ങൾ കൊണ്ടുപോകാനും പ്രധാന നഗരങ്ങൾ, പ്രധാന തുറമുഖങ്ങൾ, റെയിൽ ജംഗ്ഷനുകൾ തുടങ്ങിയവയെല്ലാം ബന്ധിപ്പിക്കുന്നതാണ് ഈ NH അല്ലെങ്കിൽ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണ ചുമതല അല്ലെങ്കിൽ സംരക്ഷണം എന്നിവയെല്ലാം വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേയുടെ ചുമതല NHAIക്കാണെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് NHAI എന്ന് പറയുന്നത്?
നാഷണൽ ഹൈവേ അതോറിറ്റീസ് ഓഫ് ഇന്ത്യയാണ് NHAI എന്ന് പറയുന്നത്. അതോറിറ്റീസ് ഓഫ് ഇന്ത്യയാണ് AI എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് സ്ഥാപിതമായത് 1988 പ്രവർത്തനം ആരംഭിച്ചത് 1995. ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. എന്തിന് കീഴിലുള്ള? കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഈ NHAI എന്ന് പറയുന്നത്. ദേശീയപാതകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 1951 തന്നെ 1900 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പം നിലവിൽ 1,40,937 കിലോമീറ്റർ ആണ്. അപ്പോൾ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്താണ് ഇത്? നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ദേശീയപാതകളുടെ നവീകരണത്തിനായുള്ള പദ്ധതിയാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണെന്ന് ചോദിച്ചാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 1998 ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി അതായത് NHDP പദ്ധതിയാണ്. ആസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്ന NHDP പദ്ധതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി എന്ന് പറയുന്നത്. അത് നമ്മളതിൽ നേരത്തെ പറഞ്ഞില്ലേ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ ശ്രീനഗറിലെയും കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന NHDP പദ്ധതി നോർത്ത് സൗത്ത് ഇടനാഴി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും സൗത്ത് നോർത്ത് ഇടനാഴിയും കൂട്ടിമുട്ടുന്നത് ഝാൻസി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ചിട്ടാണ്. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും സൗത്ത് നോർത്ത് ഇടനാഴിയും കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഝാൻസിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ മൊത്തം റോഡിൽ കേവലം 2% മാത്രമാണ് നമ്മുടെ ദേശീയപാതയുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൂല്ലേ, ദേശീയപാതകൾ, ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന്. അതിൽ 2% മാത്രമാണ് ഈ ദേശീയപാതയുള്ളൂ. എന്നാൽ കൂടി 40% ഈ റോഡുകൾ വഴിയാണ് എന്ത് നടക്കുന്നത്? ഗതാഗതം. റോഡ് ഗതാഗതത്തിൻ്റെ 40% നടക്കുന്നത് ഈ NH വഴിയാണ്. ഇനി സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് പഠിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. അത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചാൽ ജയ്ക്കർ കമ്മിറ്റിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് 1998 ആരുടെ നേതൃത്വത്തിൽ? അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി, നോർത്ത് സൗത്ത് ഇടനാഴി പഠിച്ചു വയ്ക്കുക. അസമിനെ സിൽച്ചാറിലെയും ഗുജറാത്തിലെ പോർബന്ദറിനെയും ഈസ്റ്റും വെസ്റ്റും നമ്മൾ ബന്ധിപ്പിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റും, കാശ്മീരിലെ ശ്രീനഗറിനെയും അതുപോലെ കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരിയും ബന്ധിപ്പിക്കുന്നത് നോർത്ത് സൗത്ത് ഇടനാഴി. ഇവ രണ്ടും കൂട്ടിമുട്ടുന്നത് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ചിട്ടാണ്. അതുപോലെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അതുപോലെ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം സംരക്ഷണ ചുമതലയൊക്കെയുള്ളത് ആർക്കാണ്? NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. അതുപോലെ ഗ്രാൻഡ് ട്രക്ക് റോഡ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഷാഹി റോഡ് എന്നാണ്. അപ്പോൾ അത് നിർമ്മിച്ചത് ആരാണ്? ഷേർഷാ സൂരിയാണ്. ഇനി നാഷണൽ ഹൈവേ 1 ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെ തമ്മിലാണ്? ജമ്മു കാശ്മീരിലെ ഉറി ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്നു. ജമ്മു കാശ്മീരിലെ ഉറിയെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത്. 2 ഏതിനെ ബന്ധിപ്പിക്കുന്നതാണ്? അസാമിനെ മിസോറാമുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഇനി നാഷണൽ ഹൈവേ 4 അറിയപ്പെടുന്നത് ആൻഡമാൻ ട്രക്ക് റോഡ് എന്നാണ്. ഈ നാഷണൽ ഹൈവേ 4 പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റ് ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ദേശീയപാതയാണ് നാഷണൽ ഹൈവേ 4 എന്ന് പറയുന്നത്. ആൻഡമാൻ ട്രക്ക് റോഡ് എന്നും അറിയപ്പെടുന്നു. ഇത് ആൻഡമാൻ നിക്കോബാറിലെ ദേശീയപാതയാണിത്. മായാസുന്ദറിലെ പോർട്ട് ബ്ലെയറുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH4 എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന? 2000 ഡിസംബർ 25 വന്ന പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. എവിടെ? സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലയിലുള്ള റോഡ് വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ഇത് എന്ന് പറയുന്നത്. പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം നിലവിൽ വന്ന ആദ്യ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഉത്തർപ്രദേശിലെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ, എന്താണ്? ഝാൻസി. എന്താണ്? ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും സൗത്ത് നോർത്ത് ഇടനാഴിയും ബന്ധപ്പെടുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. കുറവ് കടന്നു പോകുന്നത് മേഘാലയയിലാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശം, ഏറ്റവും കൂടുതൽ ദേശീയപാതയുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൽഹിയും, കുറവ് ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ചണ്ഡീഗഡ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുമാണ് ഉള്ളത്. ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ഏതാണ്? NH44. നമ്മൾ NH44 ഏതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ? തെക്ക് വടക്ക് ഇടനാഴി അല്ലെങ്കിൽ നോർത്ത് സൗത്ത്
ഇടനാഴിയിലാണ് നമ്മൾ NH44 പറഞ്ഞല്ലേ. ഇതിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആണത്. ഇതിൻ്റെ പഴയ പേര് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ NH7 എന്നാണ് ഇതിൻ്റെ പഴയ പേര്. ഇത് ബന്ധിപ്പിക്കുന്നത് എവിടങ്ങളാണെന്ന് ചോദിച്ചാൽ ശ്രീനഗറും കന്യാകുമാരിയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ NH966 ആണ്. വെല്ലിംഗ്ടൺ ദ്വീപ് കുണ്ടന്നൂരിനെ ബന്ധിപ്പിക്കുന്നതാണ്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയും, കുറവുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? മുംബൈ പൂനെയാണ് ഇന്ത്യയിലെ ആദ്യ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത്. എക്സ്പ്രസ് ഹൈവേ 1 അഹമ്മദാബാദ് മുതൽ വഡോദര വരെയുള്ള എക്സ്പ്രസ് ഹൈവേ 1 ആണ് ഇന്ത്യയിലെ ആദ്യ 4 വരി എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത്. ഇതറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി എക്സ്പ്രസ് ഹൈവേ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി സംസ്ഥാന പാതകൾ. നേരത്തെ നമ്മൾ ദേശീയപാതകൾ പറഞ്ഞപ്പോൾ അത് ആര് നിർമ്മിക്കുന്നു എന്നാണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. സംസ്ഥാന പാതകൾ നിർമ്മിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരുകൾ നിർമ്മിക്കുകയും അവർ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന റോഡുകളാണ് സംസ്ഥാന പാതകൾ എന്ന് പറയുന്നത്. ഇത് സംസ്ഥാനത്തിലെ തലസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങളുമായി മറ്റ് പ്രധാന നഗരങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നതാണ് ഈ സംസ്ഥാന പാതകൾ എന്ന് പറയുന്നത്. മൊത്തം റോഡുകളിൽ 2% നമ്മൾ നാഷണൽ ഹൈവേസ് പറഞ്ഞു. 2% നമ്മൾ നാഷണൽ ഹൈവേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇത് മൊത്തം റോഡുകളിൽ 4% ഉള്ളത് ഏതാണ്? സംസ്ഥാന പാതകളാണ്. ഈ പാതകളെല്ലാം തന്നെ നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ ഫറോക്ക് പാലക്കാടുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ്? 966 ആണ്. 966 ആണ്. കോഴിക്കോട് കൊല്ലകൾ അല്ലെ, കോഴിക്കോട് മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന NH766 ആണ്. NH766 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ജില്ലാ റോഡുകൾ മൊത്തം റോഡുകളിൽ 14% ഉള്ളത് എന്താണ്? ജില്ലാ റോഡുകളാണുള്ളത്. ഇന്ത്യയിലെ മൊത്തം റോഡുകളിൽ 14% ജില്ലാ റോഡുകളാണ്. ഇതിൻ്റെ പരിപാലനം എല്ലാം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ, ഗ്രാമത്തെയും ഗ്രാമത്തിന് പുറത്തുള്ള പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്? ഈ ഗ്രാമീണ റോഡുകളാണ്. ഇന്ത്യൻ റോഡുകളുടെ 80% എന്താണ്? ഗ്രാമീണ റോഡുകളാണ് ഉള്ളത്. ഗ്രാമങ്ങളിലെ സഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോഡുകളുള്ളത്. ഇതിൻ്റെയൊക്കെ പരിപാലനം, നിർമ്മാണം എന്നിവയെല്ലാം നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ റോഡുകളെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. ഇതിൽ ഇനി റെയിൽവേ ഗതാഗതം പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ തന്നെ വ്യോമഗതാഗതം പറയുന്നുണ്ട്, ജലഗതാഗതം പറയുന്നുണ്ട്, പോസ്റ്റൽ സംവിധാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇനി നമുക്ക് റെയിൽവേയെ കുറിച്ച് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് അല്ലേ. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. അതുപോലെ ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖല ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അതും നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. എന്താണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്? 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിക്കൊണ്ടാണ് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കമിട്ടത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ആണ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗതത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതത്തിന് തുടക്കമിട്ടത് ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളും അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളും എല്ലാം അവർക്ക് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വസ്തുക്കളും വിഭവങ്ങളും ഒക്കെ തുറമുഖത്തേക്ക് എത്തിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് കൊണ്ടുവന്നത്? ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത്. ഇതിൽ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയുള്ളതാണ്
1853 ബോംബെ മുതൽ താനെ വരെയുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ളതാണ് 1861. അപ്പോൾ ഇന്ത്യയിലെ 1853 ബോംബെ ടു താനെ, കേരളത്തിലെ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ഇന്ത്യയിൽ വളരെ വിപുലമായ റെയിൽവേ ശൃംഖലയാണ് നിലവിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും അതുപോലെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെയെല്ലാം ബന്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് മെട്രോ റെയിൽ സംവിധാനവും നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത്? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ ആരംഭിച്ചിട്ടുള്ളത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? അത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം. അതിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് അല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ചിഹ്നം ചോദിച്ചാൽ അത് ദോലു എന്ന ആനക്കുട്ടിയാണ്. അപ്പോൾ ആസ്ഥാനം ഡൽഹിയിലെ ബറോഡ ഹൗസ്, ചിഹ്നം ദോലു എന്ന ആനക്കുട്ടി. റെയിൽവേക്ക് തുടക്കം കുറിച്ച വൈസ്രോയി ഡൽഹൌസി പ്രഭു. ആദ്യകാല നാമം ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയുള്ളത് ഇന്ത്യക്കാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നത്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങൾ. അതിനുശേഷമാണ് എന്ത് വരുന്നത്? ഇന്ത്യ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1853 ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യത്തെ ട്രെയിൻ ഓടിയത് എന്ന് പറഞ്ഞു. 1853 ഏപ്രിൽ 16-നാണ് 34 കിലോമീറ്ററാണ് ബോംബെ മുതൽ താനെ വരെയുള്ള ആദ്യത്തെ ട്രെയിന് ഓടിയത്. ഇനി കേരളത്തിൽ ചോദിച്ചു പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എവിടെയെന്നാണ് പറഞ്ഞത്? കേരളത്തിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 ഓടിയത് എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ബോറി ബന്ദർ റെയിൽവേ സ്റ്റേഷനാണ്. ബോംബെയിലെ ബോറി ബന്ദർ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ പേര് ഇപ്പോൾ മാറ്റി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ തീവണ്ടിയിൽ ഉപയോഗിച്ച ആവി യന്ത്രങ്ങളെ ചോദിക്കുകയാണ്. സുൽത്താൻ അൻസീൻ സാഹിബ് എന്നിവയാണ്. ഇന്ത്യൻ റെയിൽവേ നിയമം പാസ്സാക്കപ്പെട്ടത് എപ്പോഴാണ്? 1890 ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിതമായത് 1905 അപ്പോൾ ഇന്ത്യൻ റെയിൽവേ നിയമം പാസ്സാക്കപ്പെട്ടത് 1890. ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിതമായ വർഷം 1905. ഇത് രൂപീകൃതമാവാൻ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമാവാൻ കാരണമായ കമ്മിറ്റിയെ ചോദിക്കുകയാണ് പറഞ്ഞാൽ സർ തോമസ് റോബ്സൺ കമ്മിറ്റിയാണ്. 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തെയും പറഞ്ഞു ഇന്ത്യത്തെയും പറഞ്ഞു. ഇനി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് എപ്പോഴാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ 1856 ജൂലൈ 1 റോയപുരം മുതൽ വലാജർ റോഡ് വരെയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ചോദിക്കുക അല്ലെങ്കിൽ ആദ്യ ട്രെയിൻ ചോദിക്കുകയാണ് പറഞ്ഞാൽ 1904 കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ 1904 കൊല്ലം ടു ചെങ്കോട്ട. കേരളത്തിൽ 1861, തെക്കേ ഇന്ത്യയിൽ 1856, ഇന്ത്യയിൽ 1853. ഇന്ത്യയിൽ ഇനി എപ്പോഴാണ് ആദ്യം മെട്രോ നിലവിൽ വന്നത്? കൊൽക്കത്ത മെട്രോയാണ് ആദ്യത്തെ മെട്രോ. 1984 അത് നിലവിൽ വന്നത്. ഇപ്പോഴും സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ എഞ്ചിൻ ചോദിച്ചു പറഞ്ഞാൽ അത് ഫെയറി ക്യൂനാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. എഞ്ചിൻ ഇല്ലാതെ ഇന്ത്യയിൽ നിർമ്മിച്ച റെയിൽവേയുടെ ആദ്യ ട്രെയിനാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യകാലത്ത് ഇത് ട്രെയിൻ 18 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2019 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ ട്രെയിൻ ചോദിച്ചു പറഞ്ഞാൽ അത് ഗതിമാൻ എക്സ്പ്രസ് ആണ്. ഏതാണ്? ഗതിമാൻ എക്സ്പ്രസ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ ഏതാണ്? മംഗലാപുരം ജമ്മു താവി നവയുഗ് എക്സ്പ്രസ് ആണ്. വൈഫൈ സംവിധാനം നിലവിൽ വന്ന ആദ്യ ട്രെയിൻ ചോദിച്ചാൽ അത് രാജധാനി എക്സ്പ്രസ് ആണ്. CCTV സംവിധാനം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഷാൻ-ഇ പഞ്ചാബ് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ഏതാണ്?
പൽനാട് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ്. കറാച്ചിക്കും ജോധ്പൂരിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിനാണ് താർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ കൂടി വെള്ള പദ്ധതിയാണ് റെയിൽ നീർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻസ് റിസർവേഷൻ ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2002 ഓഗസ്റ്റ് 3-നാണ്. 2002 ഓഗസ്റ്റ് 3-നാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഓൺലൈൻ റിസർവേഷൻ സംവിധാനമാണ് ഈ റെയിൽ എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഡോദരയിലാണ്. എവിടെയാണ്? വഡോദരയിലാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റെയിൽ സർവീസുകൾ ഏതൊക്കെയാണ്? താർ എക്സ്പ്രസും സംജോത എക്സ്പ്രസുമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ട്രെയിൻ സർവീസുകൾ. ഇനി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏതൊക്കെയാണ്? മൈത്രിയും ബന്ധൻ എക്സ്പ്രസുമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ട്രെയിൻ സർവീസുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് മേധയാണ്. ഇനി ഇന്ത്യയിലെ ഏക സ്വകാര്യ റെയിൽവേ പാതയാണ് മഹാരാഷ്ട്രയിലെ ശകുന്തള റെയിൽവേ പാത എന്ന് പറയുന്നത്. മദർ തെരേസയുടെ 100-ാം ജന്മവാർഷികം പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിനാണ് മദർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഏതാണ്? മദർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇനി റെയിൽവേ സോണുകളും കൂടി കുറച്ച് നോക്കാണ്ട് അതും കൂടി കഴിയുമ്പോൾ ഇന്ത്യൻ റെയിൽവേത്തെ ഒരുവിധം കാര്യങ്ങളും കൂടി നമുക്ക് കഴിഞ്ഞു തീരും. സോ നമ്മൾ ക്ലാസ് അതും കൂടി എടുത്ത് പറഞ്ഞാൽ ഒന്നിലെ ക്ലാസ് നീണ്ടുപോകും, അല്ല പറഞ്ഞാൽ ക്ലാസ് ബോറാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തിരി ബോറിംഗ് ആയ ടോപ്പിക്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.